അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അല റസൂലില്ല. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് എൻ്റെ പടച്ചവൻ എന്ന പ്രമേയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യുവജന വിഭാഗം നടത്തിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇന്നിവിടെ സമാപിക്കുകയാണ്. അൽഹംദുലില്ലാ. ഈ ഒരു അവസരത്തിൽ ഈ സമാപന സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ഓരോരുത്തരെയും ഈ ഒരു സംഗമത്തിലേക്ക് ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നമ്മൾ നടത്തിയ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. നമ്മളെ മനസ്സിലാക്കിയ, നമ്മളറിഞ്ഞ, നമ്മളെ സൃഷ്ടിച്ചവനായ, പരിപാലിക്കുന്നവനായ ആ അള്ളാഹുവിനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള പ്രവാചകന്മാർ നിർവഹിച്ച, സലഫു സാലിഹ്യങ്ങൾ നിർവഹിച്ച ആ വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ തന്നെ അവരിലേക്ക് നമ്മുടെ മനസ്സിലാക്കിയ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന പലജാതി സംഗതികൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു വലിയ ദൗത്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ഒരു വലിയ സന്ദേശവും അവരിലേക്ക് എത്തിക്കുവാൻ, അവരെ കൊണ്ട് അത് കേൾപ്പിക്കുവാൻ, അവരെ കൊണ്ട് അത് വായിപ്പിക്കുവാൻ, അവരെ കൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിപ്പിക്കുവാൻ പ്രേരണ നൽകുന്ന രൂപത്തിൽ നമ്മൾ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുകയും അത് വ്യത്യസ്ത രൂപത്തിലുള്ള സംസാരങ്ങളായിക്കൊണ്ട്, അതേപോലെ തന്നെ ലേഖനങ്ങളായിക്കൊണ്ട്, അതേപോലെ തന്നെ ചെറിയ കവിതകളായിക്കൊണ്ടെല്ലാം നമ്മൾ ഇതിൽ ഇടപെടുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദൗത്യം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു പ്രാർത്ഥനയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിർവഹിക്കുവാനുള്ളത്. കാരണം നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നാളെ റബ്ബിൻ്റെ കോടതിയിൽ നിങ്ങൾ ഈ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ മുന്നിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ കുടുംബക്കാരെ, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റുള്ള ആളുകളെ ഈ സത്യസന്ദേശത്തിലേക്ക്, ഇതിൻ്റെ കീഴിലേക്ക്, അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക്, ആ ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി, ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു ഏകത്വം, അവനെ മാത്രം ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക, അവൻ ആരാണ്, അവൻ എന്താണ്, അവൻ നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളുടെ വലിപ്പം എന്താണ് എന്നെല്ലാം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനെല്ലാം ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് പ്രചോദനമായി തീരുന്നത്. ഇൻഷാ അള്ളാഹ് നമ്മുടെ പ്രവർത്തനം ഇവിടെ അവസാനിക്കുകയല്ല, മറിച്ച് നമ്മൾ നേടിയെടുത്ത പാഠങ്ങളിലൂടെ ഇൻഷാ അള്ളാഹ് വീണ്ടും ഈ ഇസ്ലാമിൻ്റെ വ്യത്യസ്തമായ സന്ദേശങ്ങളുമായി സമൂഹത്തിലേക്ക് വീണ്ടും ഇറങ്ങിത്തിരിക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്ത കണ്ടന്റുകളായി അല്ലെങ്കിൽ വ്യത്യസ്ത രൂപത്തിൽ ഇതിൻ്റെ ഭാഗവാക്കായി കൊണ്ട് പ്രവർത്തിച്ച നമ്മുടെ സഹോദരന്മാർക്ക്, അതേപോലെ തന്നെ നമ്മുടെ കണ്ടന്റുകളെ നെഞ്ചിലേറ്റിയ, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത, അതിന് കൂടുതൽ സപ്പോർട്ട് നൽകിയ, നമുക്ക് പ്രാർത്ഥനയുമായി നമ്മുടെ കൂടെ നിന്ന എല്ലാ ആളുകളോടും ഈ അവസരത്തിൽ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നുമെല്ലാം ഈ പ്രവർത്തനങ്ങൾ തക്കതായ രൂപത്തിൽ അവൻ സ്വീകരിക്കുകയും വലിയ പ്രതിഫലം നമുക്ക് അവൻ നൽകുകയും ചെയ്യുമാറാകട്ടെ. ഇന്നിവിടെ നമുക്ക് ഔപചാരികമായി കൊണ്ടുള്ള നമ്മുടെ ഈ ഒരു സമാപന സംസാരം നിർവഹിക്കുന്നത് ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ പ്രസിഡന്റ്, എഴുത്തുകാരനും അതേപോലെ തന്നെ പണ്ഡിതനും വാഗ്മിയുമായ കബീർ സലഫിയാണ്. അദ്ദേഹത്തെ ഈ ഒരു സംഗമത്തിൽ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനു മുമ്പായിക്കൊണ്ട് അദ്ദേഹം തന്നെ രചിച്ച, നമ്മുടെ സഹോദരൻ നിയാസ് അബൂബക്കർ ആലാപനം ചെയ്ത കവിത കേട്ടുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് കടക്കാം. അള്ളാഹു ഈ ഒരു സംഗമം വലിയ പ്രതിഫലത്തിന് അർഹതയുള്ളതാക്കി തീർക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. മേലാപ്പായ് മീതെ വാനവും താഴെ വിരിപ്പായി ഭൂമിയും ദീപങ്ങളായി താരജാലവും സൃഷ്ടിച്ചോനെന്റെ പടച്ചവൻ. മേലാപ്പായ് മീതെ വാനവും താഴെ വിരിപ്പായി ഭൂമിയും ദീപങ്ങളായി താരജാലവും സൃഷ്ടിച്ചോനെന്റെ പടച്ചവൻ. പച്ചപ്പുൽമേടകൾ, കാടുകൾ, പിച്ചവച്ചെത്തുന്ന കാറ്റുകൾ, മാമലകൾ, മലർവാടികൾ തീർത്തവനെന്റെ പടച്ചവൻ.
ആഴിയിലൂഴിയിൽ വാനിലായി ആയാത്തുകൾ കോർത്തു വെച്ചവൻ, ആകെയുലകിന്റെ പാലകൻ, അല്ലാഹു എൻ്റെ പടച്ചവൻ. മേലാപ്പായ് മീതെ വാനവും താഴെ വിരിപ്പായി ഭൂമിയും, ദീപങ്ങളായി താരജാലവും സൃഷ്ടിച്ചോനെന്റെ പടച്ചവൻ. സർവർക്കും ചാരത്തായുള്ളോൻ, സകലമറിയും കബീറവൻ, ഖൽബിലെ തേട്ടങ്ങൾ കേൾക്കുവാൻ കാതിറാണെന്റെ പടച്ചവൻ. കാരുണ്യത്തിൻ സരോവരം, കാവലിനായി ചരാചരം, കൈനീട്ടുകിൽ നിരന്തരം കാക്കുവോനെന്റെ പടച്ചവൻ. സന്മാർഗദീപം ഖുർആനിനെ സമ്മാനമായി നമ്മിൽ തന്നവൻ, സ്വർഗപ്പൂവാടിയിൽ കൂടുവാൻ തൗഫീക്കേകട്ടെ പടച്ചവൻ. മേലാപ്പായ് മീതെ വാനവും താഴെ വിരിപ്പായി ഭൂമിയും, ദീപങ്ങളായി താരജാലവും സൃഷ്ടിച്ചോനെന്റെ പടച്ചവൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്, അമ്മാ ബഅദ്. പ്രിയ വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ISM ജുബൈൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പടച്ചോൻ എന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സോഷ്യൽ മീഡിയയിലെ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് എൻ്റെ പടച്ചോൻ ആരാണ് എന്ന് സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ISM ജുബൈലിലെ ചെറുപ്പക്കാർ. അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, തീർച്ചയായും നാം വിശ്വാസികളെന്ന നിലക്ക് പ്രഥമമായും മനസ്സിലാക്കേണ്ടത് അള്ളാഹു ആരാണ് എന്ന് തന്നെയാണ്. പടച്ച തമ്പുരാനെ സംബന്ധിച്ച് കൃത്യമായ അറിവ്, ധാരണ നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് അള്ളാഹുവിനെ അറിഞ്ഞ് വിശ്വസിക്കുവാനും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ആത്മാർത്ഥതയോടെ പ്രാവർത്തികമാക്കാനും അവൻ്റെ വിധിവിലക്കുകൾ പാലിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് ഒരുപാട് വിശ്വാസികളുണ്ട്. വ്യത്യസ്ത വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ദൈവവിശ്വാസികൾ, മതവിശ്വാസികൾ. എന്നാൽ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തെ സംബന്ധിച്ച് കൃത്യമായ ധാരണകൾ അധിക പേർക്കുമില്ല എന്നത് ഒരു വാസ്തവമാണ്. യഥാർത്ഥത്തിൽ പടച്ച തമ്പുരാനെ വിശ്വസിക്കാനും അവൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കാനും അവൻ്റെ ഏകത്വത്തെയും അവൻ്റെ ആരാധ്യതയെയും ഉൾക്കൊള്ളാനും ഒരു മനുഷ്യന് സാധ്യമാകുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നത് അവന് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് എന്നാണ്. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഇസ്ലാമിൻ്റെ ആദർശം എന്നത്, അടിസ്ഥാന ആദർശം എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി വേറെ ഒരു ദൈവവും ഇല്ല, വേറെ ഒരു ഇലാഹും ഇല്ല എന്ന അതിമഹത്തായ ആദർശം. ഈ ആദർശം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തോട് പറയുന്നത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയുക അല്ലാഹു അല്ലാതെ വേറെ ഒരു ഇലാഹില്ല എന്ന്. ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് അല്ലാഹു മാത്രമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ പരിപാലകൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹു ഏകനാണ്. അവൻ എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനാണ്. അവൻ കാരുണ്യവാനാണ്, കരുണാവാരിധിയാണ് എന്നിങ്ങനെ വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തങ്ങളായ സൂറകളിലൂടെ നമ്മെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും.
വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ മുതൽക്ക് ഇങ്ങോട്ട് 114-ാമത്തെ അധ്യായമായ സൂറത്തുൻ നാസ് വരെ അള്ളാഹു ആരാണ് എന്ന് പരിചയപ്പെടുത്താതെ പോകുന്നില്ല വിശുദ്ധ ഖുർആൻ. ലോകരുടെ രക്ഷിതാവ് റബ്ബുൽ ആലമീൻ, കാരുണ്യവാനും കരുണാനിധിയുമായവൻ അർ-റഹ്മാൻ അർ-റഹീം, റബ്ബുൽ അർശിൽ അദീം, മഹത്തായ അർഷിന്റെ റബ്ബ്, ഉടമസ്ഥൻ, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, ജനങ്ങളുടെ രാജാവ്, ജനങ്ങളുടെ ആരാധ്യൻ, അഹദ്, സ്വമദ്, ഏകനായവൻ, ആശ്രയമായിട്ടുള്ളവൻ. അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് എമ്പാടും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ റബ്ബിനെ ഏതു വിധത്തിലാണോ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അത് ലോകത്തുള്ള എല്ലാ മനുഷ്യ വിഭാഗവും വളരെ ലളിതമായി മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്നതാണ്. ഖുർആനിലെ വചനങ്ങളെ വായിച്ചു നോക്കിയാൽ അത് സുവ്യക്തമായി മനസ്സിലാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ അറിയുക. വിശ്വാസി സമൂഹത്തിൽ പോലും അഥവാ മുസ്ലിം സമൂഹത്തിൽ പോലും അള്ളാഹുവിൻ്റെ നാമങ്ങളെ സംബന്ധിച്ച്, അവൻ്റെ ഗുണഗണങ്ങളെ സംബന്ധിച്ച്, അവൻ്റെ കഴിവുകളെ സംബന്ധിച്ച്, പ്രവിശാലമായ അവൻ്റെ അറിവിനെ സംബന്ധിച്ചൊന്നും കൃത്യമായ ധാരണയില്ലാത്തത് കൊണ്ടാണ് അമ്പിയാക്കന്മാരിലേക്ക്, ഔലിയാക്കന്മാരിലേക്ക്, ദർഗകളിലേക്ക്, മക്ബറകളിലേക്ക്, അതേപോലെ തന്നെ ജിന്നുകളിലേക്ക്, മലക്കുകളിലേക്ക് ഒക്കെ ആശ്രയം തേടിക്കൊണ്ട് ആളുകൾ പോകുന്നത്. ശരിയാവണ്ണം റബ്ബിനെ തിരിച്ചറിഞ്ഞ ഒരു വിശ്വാസിയും ആ റബ്ബിനെ അല്ലാതെ വിശ്വസിക്കില്ല, ആ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കില്ല, ആ റബ്ബിനല്ലാതെ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കില്ല. ആ റബ്ബിനെ നെഞ്ചോട് ചേർത്ത് വെക്കും. തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അവനെ മാത്രമേ അവർ കാണൂ. ദുനിയവിയായി ഉഖറവിയായി എല്ലാ സംഗതികളും നേടിത്തരാൻ നൽകാൻ പോകുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് അവന് ബോധ്യമാകും. അപ്പോൾ വിശ്വസിച്ച വിശ്വാസത്തിൽ നിഷ്കളങ്കത കാണിക്കാൻ, ആചരിക്കുന്ന ആചാരങ്ങളിൽ, ആരാധനകളിൽ നിഷ്കളങ്കത കാണിക്കാൻ, അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ, ഒറ്റയ്ക്കായിരുന്നാലും ആളുകൾക്കിടയിലായിരുന്നാലും അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ, നിഷിദ്ധങ്ങളിൽ നിന്നും മാറി ജീവിക്കാൻ, ഹലാലായ അള്ളാഹു പഠിപ്പിച്ച സംഗതികളിൽ ഒതുങ്ങി ജീവിക്കാൻ അവന് സാധിക്കും. അള്ളാഹുവിനെ അറിയുക, അവനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനെ മാത്രം ആശ്രയമായി കാണുക. അങ്ങനെ മുവഹിദുകളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഈ വിധത്തിലുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസൂത്രണങ്ങൾ ചെയ്യാനും സമൂഹത്തിന് റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുക്കാനും ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാനും ജുബൈൽ ISMന്റെ പ്രവർത്തകന്മാർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യുന്നു. സർവ്വലോക പരിപാലകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മളിവിടെ ഇന്ന് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൻ്റെ സമാപന ചടങ്ങിലാണ് ഇന്നുള്ളത്. ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഈ ചെറിയ പ്രവർത്തനത്തിലൂടെ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ചെറിയ ചെറിയ കണ്ടന്റുകളായും പോസ്റ്ററുകളായും അതുപോലെയുള്ള മറ്റു പ്രവർത്തനങ്ങളുമായും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ വളരെ കൃതാർത്ഥരാണ്. അൽഹംദുലില്ലാഹ്. തുടർന്നും ഇനിയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സഹായവും നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും ഞങ്ങൾക്കുണ്ടാവണമെന്ന് ആദ്യമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതുപോലെ നിങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ എന്നിലുള്ള കർത്തവ്യം നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഏറ്റെടുത്ത എല്ലാവർക്കും, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ സംഘാടകർക്കും, അതിന് നമുക്ക് നേതൃത്വം നൽകിയ ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിൻ്റെ നേതൃത്വങ്ങൾക്കും ഈ സമാപന ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.